3, 2, 1, go. 9 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഏതാണ്ട് 13 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ കുഞ്ഞുണ്ടാവുന്നൊരു പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് പ്രിങ്ങുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഈ രണ്ടാമത് ഉണ്ടാവാൻ പോണ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ആ ഒരു മൊത്തം പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. റെഡി? 2012 ഫെബ്രുവരി 19 അന്നാണ് ആയിരുന്നത്. ഗോൾഡ് ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എപ്പോഴും ഞാനിവിടെ ഓർക്കാൻ, അതായത് ആ ദിവസം ഞാൻ മറക്കും. അത് അവളുടെ ബർത്ത്ഡേയും മറക്കും, എല്ലാവരുടെ ബർത്ത്ഡേയും മറക്കും. എൻ്റെ ബർത്ത്ഡേ മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവാറുള്ളൂ. അത് വേറെ ഒന്നുമല്ല, അത് ജനുവരി 1 ആയതുകൊണ്ട് ഓർമ്മ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് അതും ഓർമ്മ നിൽക്കില്ല. നമ്മളിങ്ങനെ തെറിച്ച് പോകുന്നൊരു സംഭവമാണേ. നമ്മുടെ കല്യാണ വീഡിയോ ഇതിനു മുന്നേ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, എനിക്ക് ഒരിക്കലും കാണാൻ താല്പര്യമില്ല സംഗതിയാണ്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ അതിടാം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് തിരിച്ചു വന്നു. എല്ലാവരും ട്രൈ ചെയ്യണ പോലെ നമ്മളും ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യണു. ആവണമൊന്നുമില്ല. ഇങ്ങനെ അത് നമ്മൾ മൈൻഡ് ആക്കണില്ല. ഇങ്ങനെ ഒരു നോർമൽ ഡേയ്സ് ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞു. ഗോൾഡ് ഗർഭിണിയായി. ഞാനത് ഷെഫായിട്ടാണ് ജോലി ചെയ്യണേ. സന്തോഷത്തോടെ എന്നെ ഗോൾഡ് വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് ഒരു 9 ആഴ്ചയോളം നീണ്ടു നിന്നിട്ടുള്ള പ്രഗ്നൻസി, 9 ആഴ്ചയ്ക്ക് ശേഷം അത് മിസ്കാരേജ് ആയി, അത് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് കാലം കൂടി മുന്നോട്ട് പോയി, വീണ്ടും ഒരു മിസ്കാരേജ്, അതും പോയി. അങ്ങനെ 2 മിസ്കാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ പ്രഗ്നൻസി സംഭവിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരിക്ക് ഇറഗുലർ പീരിയഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പ്രഗ്നൻസിയുടെ കാര്യം ചോദിക്കാനായിട്ട്. ന്യൂസിലാൻഡിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ ഹോസ്പിറ്റൽ സിസ്റ്റം മൊത്തം തന്നെ ഫ്രീ ആണ്. ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി നമുക്ക് കൂടുതൽ പൈസയ്ക്ക് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ട് പ്രൈവറ്റ് സെക്ഷനിലേക്കൊക്കെ പോവാം. മറ്റേത് കുറച്ച് ഡിലേ ഉണ്ടെങ്കിലും പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ കിട്ടും. അത് ഇൻക്ലൂഡിങ് ഫെർട്ടിലിറ്റി. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അച്ഛനും അമ്മയ്ക്കും 2 കുഞ്ഞുങ്ങൾ തന്നെ വരെ ഗവൺമെൻറ് വക നമുക്കിവിടെ അവർ അതിൻ്റെ എല്ലാ പ്രോസസ്സും നോക്കി കൃത്യമായിട്ട് അവർ ചെയ്തു തരും. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടുത്തെ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് പോവാണ്. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. ആ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ക്വാളിഫൈ ആവുള്ളൂ. ഞങ്ങൾ 2 പേരും അതിലേക്ക് ആപ്റ്റ് ആയിരുന്നു. നമ്മൾ അവിടെ ചെല്ലണു. പ്രിലിമിനറി ടെസ്റ്റുകളെല്ലാം ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ആദ്യം ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തടിയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമായിട്ട് പറഞ്ഞു. BMI കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. BMI അവർ കുഴപ്പം പറഞ്ഞില്ല. കണ്ടെത്തിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ PCOD ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അണ്ടാശയത്തിനകത്ത് അല്ലെങ്കിൽ ഓവറിക്കകത്ത് ചെറിയ ഇങ്ങനെ ഒരു കുരുവൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിന് ഇപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കാരണം ഉണ്ടെന്ന്. പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് ഇതിനൊരു കാരണമാകാം, ഹോർമോണൽ ഇംബാലൻസസ് വരാം, ഭക്ഷണം നമ്മൾ എന്താ പറയുക, നമുക്ക് പറ്റാത്ത ഭക്ഷണം കഴിക്കണോണ്ടായിരിക്കാം, കൂടുതൽ ഷുഗർ കഴിക്കണോണ്ട് ഉണ്ടാവാം. പല കാരണങ്ങളാണ് ഈ പോളിസിസ്റ്റിക് ഓവറിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇതിന് കൃത്യമായിട്ടൊരു മരുന്ന് കൊടുത്ത് ചികിത്സയൊന്നുമില്ല. നിങ്ങൾ തന്നെ പല ആളുകളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. രോമ വളർച്ച ഉണ്ടാവുകയും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇറഗുലർ പീരിയഡ്സ്, വയറുവേദന, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്താണെങ്കിലും ഇതുണ്ടാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ന്യൂസിലാൻഡിൽ നമുക്ക് പ്രഗ്നൻസി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഫെർട്ടിലിറ്റിയിൽ ചെന്നിട്ട് എനിക്ക് നാളെ IVF ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രവൃത്തി അതും ഇല്ല. ഇവിടെ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോവുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ത്രീക്ക് ഓവുലേഷൻ ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ള ഒരു അസംഷനിൽ ഇവരാദ്യം ഓവുലേഷൻ, അതായത് നമുക്ക് മുട്ട വിരിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പീരിയഡ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സൈക്കിളിൽ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീക്ക് 14-19, 20 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു മുട്ട വിരിയും. കോഴിയുടെ മുട്ട വിരിയണ പോലെ വയറിനകത്തൊരു മുട്ട വിരിയും. ആ സമയത്ത് ബീജസങ്കലനം നടക്കുന്ന സമയത്ത് കുഞ്ഞുണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാവാത്തത് കൊണ്ടാണ് കുഞ്ഞുണ്ടാവാത്തെന്നുള്ളൊരു അസംഷനിൽ എന്ത് ചെയ്യുന്നു, ഇവർ ഈ മുട്ട വിരിയാനുള്ള അല്ലെങ്കിൽ മുട്ട ഉണ്ടാവാനുള്ള, ഓവുലേഷൻ ഉണ്ടാവാനുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2ാമത്തെ മാസം തന്നെ ഗോൾഡ് വീണ്ടും ഗർഭിണിയായി കഴിഞ്ഞ് ഏതാണ്ട് 9 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രഗ്നൻസിയിലേക്ക് വരാട്ടോ. അതായത് പ്രിങ്ങുവിൻ്റെ പ്രസവ ദിവസം. അത് പറഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ 2ാമത്തെ പ്രഗ്നൻസി പറയുമ്പോൾ അതിലൊരു കണക്ഷൻ മിസ്സായി പോകും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പ്രസവവും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രം ചെയ്തിട്ടുള്ള കാര്യമായിട്ടുള്ള കാരണം അന്നത്തെ ഒരു പ്രോസസ്സും അന്ന് ഉണ്ടായിട്ടുള്ളൊരു സംഗതിയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഗോൾഡയ്ക്ക് ഡ്യൂ ഡേറ്റ് നാളെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് പുള്ളിക്കാരിക്ക് രാവിലെ തന്നെ ഒരു 7 മണിയോട് കൂടിയിട്ട് പുള്ളിക്കാരിക്ക് ചെറിയ നടുവേനയും കാര്യങ്ങളൊക്കെ വന്നു. ന്യൂസിലാൻഡിലൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഈ പ്രസവം ആവണേൻ്റെ സമയത്തോടനുബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോയിട്ട് റൂം എടുത്തിട്ട് പ്രസവ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് 4 ദിവസം സ്റ്റേ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രസവിക്കാൻ വേദന തുടങ്ങി നമ്മുടെ സെർവിക്സ് ഏതാണ്ട് 7 സെൻറ്റിമീറ്ററൊക്കെ ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ല വെച്ചെങ്കിൽ ഇവർ എന്ത് ചോദിച്ചാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ തന്നെ വിടും. രാവിലെ ഗോൾഡയ്ക്ക് പെയിൻ തുടങ്ങി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ പേടിയുള്ള കാരണം ഹോസ്പിറ്റലിൽ പോയി തിരിച്ചയക്കുമല്ലോ, ഈ പണ്ടരക്കട്ടെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ വള്ളിക്കെട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഗോൾഡയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഗോൾഡയുടെ പെയിൻ എല്ലാം കുറേശ്ശെ കൂടാൻ തുടങ്ങി, ഞെരിപിരിയുടെ ആക്കം കൂടാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഓക്കെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും സെർവിക്സ് ഓപ്പൺ ആവാൻ തുടങ്ങുന്നുണ്ടാവുക. വീണ്ടും 2 മണിക്കൂർ കൂടി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മിഡ് വൈഫിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിഡ് വൈഫ് പറയേണ്ടത് ഒന്നും പേടിക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അറിയാം നമ്മുടെ ഈ ആദ്യത്തെ പ്രസവത്തിലുള്ള പാനിക്കും കാര്യങ്ങളൊക്കെ. ഏതാണ്ട് രാത്രി ഒരു 9 മണിയായപ്പോൾ വേദന കുറച്ചുകൂടി കൂടിയപ്പോൾ ഞാനും ഗോൾഡയും പിന്നെ അന്ന് വീട്ടിൽ വിനിലൊക്കെ ഉണ്ട്, വിനിൽ രോഹിത്ത് ഇവരെല്ലാവരും കൂടി ഫുള്ള് ചക്കന്മാരാട്ടാ വളനെയും കൊണ്ട് വണ്ടിയിൽ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് പോവാണ്. ആശുപത്രിയിൽ എന്ന് കഴിഞ്ഞപ്പോൾ മിഡ് വൈഫ് നമ്മുടെ അടുത്ത് പറഞ്ഞു, അതെ സെർവിക്സ് ആകെ 1 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുള്ളൂ, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പൊക്കോ, ഇനി ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ അതിന് കാല് വെട്ടി മുറിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് മറ്റേ വണ്ടിയും സാധനമൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവർ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ പാനഡോൾ കഴിക്കുക, വേദനയ്ക്ക് ചൂടുവെള്ളം ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതുപോലെ തന്നെ ഒരു 2-4 മണിക്കൂർ കഴിഞ്ഞു, വേദന നന്നായിട്ട് കൂടാൻ തുടങ്ങി. പാനഡോൾ ഗോൾഡ് എടുക്കുന്നുണ്ട്, മുകളിൽ നിന്ന് ഷവറെല്ലാം ഇങ്ങനെ ഞാൻ അടുത്ത് കൊണ്ട് മേലൊക്കെ ഇട്ട് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഗോൾഡ് എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇതുപോലെ കടന്നു പോയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരന്മാർ ഇന്ത്യക്ക് പുറത്തുള്ളവരും ഇന്ത്യയിലുള്ളവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു കഥ പോലെ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അങ്ങനെ ഏതാണ്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേദന അസഹ്യമായിട്ട് കൂടി. നമ്മൾ വീണ്ടും മിഡ് വൈഫിനെ വിളിച്ചു. മിഡ് വൈഫ് പറഞ്ഞു ഓക്കെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അതെ വലിയ കാര്യമായിട്ട് ഇതൊന്നും ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, 3 സെൻറ്റിമീറ്റർ എന്താ ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ സാരില്ല തിരിച്ച് പോകാൻ നിൽക്കേണ്ട, അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളതിനെയും കൊണ്ട് ഇവർ ലേബർ റൂമിലേക്ക് പോയി. അവിടെ നമ്മൾ അഡ്മിറ്റായി. പുള്ളിക്കാരി അവിടെ കിടന്നു. ഇതുപോലെ തന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ നല്ല വേദനയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞു. ഫുള്ള് അതായത് 10 സെൻറ്റിമീറ്ററോളം ഈ സെർവിക്സ് ഡയലേറ്റ് ആവാനായിട്ട്. ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല കേട്ടോ. ഈ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബോയ്സ് ചിലപ്പോൾ അതെന്താ ഈ പുള്ളി പറയണേന്ന് നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ കല്യാണം കഴിച്ച് ഈ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ മനസ്സിലാവും. ദാറ്റ്സ് ഓക്കെ. 10 സെൻറ്റിമീറ്റർ സെർവിക്സ് ഡയലേറ്റ് ആയതിനു ശേഷമാണ് പ്രസവം എന്ന പ്രക്രിയ ശരിക്കും ആ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്, പുഷ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഗോൾഡ് അവിടെ എടുക്കുന്നു, അത്യാവശ്യം തളർന്നിട്ടുണ്ട്. അങ്ങനെ ഗോൾഡ് പുഷ് ചെയ്യുന്നു, പൃങ്ങുവിനെ പുറത്തേക്ക് വരുത്താനുള്ള ശ്രമം നടത്തുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിക്കൂർ നേരം, അതായത് സെർവിക്സ് ഓപ്പൺ ആയിട്ട് ഒരു 2 മണിക്കൂർ മണിയും കഴിഞ്ഞ് പുള്ളിക്കാരി പുഷ് ചെയ്തു. പൃങ്ങു പുറത്തേക്ക് വരുന്നത്. എന്ത് ചെയ്താലും ഞാൻ വരില്ല, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ള ഒരേ വാശി പുറത്ത് ഇരിക്കുകയായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പൃങ്ങുവിൻ്റെ തല സാധാരണ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തല കമന്ന് വരേണ്ട കുഞ്ഞ് മലർന്നാണ് വരുന്നത്. അപ്പോൾ ഈ തല എവിടെയോ പോയിട്ട് ബ്ലോക്ക് ആവുകയാണ്. നമുക്ക് സൈഡിൽ കൂടിയാണ് ഇക്കിങ്ങനെ വിളിച്ചവർ കാണിച്ചു തരുന്നുണ്ട്. ഒരു രക്ഷയില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 13 മണിക്കൂറല്ലേ കൊണ്ടേ ഒരു 13 മണിക്കൂറോളം നമ്മൾ ലേബറിൽ ഇരുന്നതിന് ശേഷം അവർ പറഞ്ഞു ഇനി നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല, സർജറി ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കേണ്ടി വരുന്നു. ഇവിടെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റലിൽ 4 അനസ്തെറ്റിക്സേ ഉള്ളൂ. അപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന ആളെന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ അനസ്തേഷ്യ വെയിറ്റ് ചെയ്തിരുന്നു, അതായത് എന്താ പറയുക പുറത്ത് എപ്പിഡ്യൂറൽ. അപ്പോൾ ആ പുള്ളിക്കാരൻ വീണ്ടും വരാനായിട്ട് 2 മണിക്കൂറോളം സമയം എടുത്തു. പുള്ളി വന്ന് ബാക്കിൽ എപ്പിഡ്യൂറലെല്ലാം കുത്തി സെറ്റാക്കി എല്ലാം റെഡി ആക്കിയിട്ട് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞേക്കാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവിടെ നമുക്കും കയറാട്ടാ. ഇവിടെ പ്രസവത്തിൻ്റെ അതായത് ഇപ്പോൾ നോർമൽ ലേബർ ആണെങ്കിലും അതല്ല ഓപ്പറേഷൻ തിയേറ്ററിലാണെച്ചെങ്കിലും നമുക്ക് ഇവിടെ കയറാൻ പറ്റും. അതായത് ഹസ്ബൻഡിന് അവിടെ കയറാം, ഹസ്ബൻഡ് ഇല്ലാച്ചെങ്കിൽ ഏതെങ്കിലും ഫാമിലി ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആരാണെന്നെങ്കിലും കയറാൻ പറ്റും. എന്നോട് കയറണോ, ഞാൻ ഉറപ്പായിട്ടും കയറാമെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി. 2 ഫീമെയിൽ ഡോക്ടേഴ്സാണ് കേട്ടോ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കണേ. അപ്പോൾ അവർ പറഞ്ഞു, നവീനെ നീ ഇങ്ങനെ വന്നിട്ട് ഈ സർജറി നടക്കുന്നത് ഇങ്ങനെ നോക്കരുത്, ഈ കണ്ണിൻ്റെ ലെവലിൽ ഇങ്ങനെ നിന്നിട്ട് കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞു. 7 മിനിറ്റാണ് ഈ സർജറിയുടെ ഫസ്റ്റ് പ്രൊസീജിയർ. 7 മിനിറ്റിൻ്റെ ഉള്ളിൽ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഗോൾഡ് കിടക്കുന്നുണ്ട്. ഗോൾഡ് ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ബോധം പോയ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഡോക്ടേഴ്സ് ഓൾറെഡി സർജറി സ്റ്റാർട്ട് ചെയ്തു. 7 മിനിറ്റ് തന്നെ ഒരു പുളിമരം പറിച്ചെടുക്കുന്ന പോലെയാണ് കുട്ടീനെ
ഈ വയറിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തത്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാമെന്നാ. ഇവരൊരു സ്റ്റീലിൻ്റെ ഒരു സാധനമൊക്കെ വയറിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ തള്ളി ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞാനൊരു സർജൻ ആയിരുന്നെങ്കിലോ എന്ന് ആ സമയത്ത് ആലോചിച്ചു. പക്ഷെ വെറുതാകാൻ പറ്റില്ല കൊണ്ടേ. ഈ സാധനം വെച്ച് ഇങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു. പ്രിങ്ങുവിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പ്രിങ്ങുവിൻ്റെ പുറത്തൊക്കെ നിറച്ച് ഈ മെക്കോണിയ ഉണ്ട്, ഈ കുട്ടികൾ പൂപ്പ് ഈ ഇത്. പക്ഷേ ഡോക്ടറെ പറഞ്ഞു ഇതെന്താ പുറത്തെന്ന് വെച്ച് പറഞ്ഞത് അപ്പിയാണ്, അത് കുഴപ്പമില്ല, കൊച്ചത് സ്വാളോ ചെയ്തിട്ടില്ല, അത് കാരണം പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സംഗതി ഉണ്ട്. ഇവിടെ പ്ലാസൻ്റ നമുക്ക് വീട്ടിലേക്ക് തന്നേക്കും. അതുപോലെ തന്നെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഹസ്ബൻഡിന് ഉണ്ട്. അപ്പോൾ അത് വേണമെന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഈ കുട്ടിയുടെ പൊക്കിളിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലിപ്പ് ഇടും. അതിനുശേഷം ഒരു 2 അടി മാറ്റിയിട്ട് ഈ അംബിലിക്കൽ കോഡ് ബാക്കി വെച്ചിട്ടാണ് ഈ ഭാഗത്തും ക്ലിപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ അവർ വിടുക. അപ്പോൾ നമുക്ക് ഈ സ്പേസിൽ നമുക്ക് അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാം. അങ്ങനെ പ്രിങ്ങുനെയും കൊണ്ട് മിഡ് വൈഫ് ഒരു ലൈറ്റിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ പിന്നാലെ പോയി, കാരണം നമ്മൾ ഈ കുട്ടീനെ കാണാനുള്ള സന്തോഷം കാരണം. അങ്ങനെ ഒരു ലൈറ്റിൻ്റെ അടിയിൽ പ്രിങ്ങു ഇങ്ങനെ കിടക്കുന്നുണ്ട്. പ്രിങ്ങു ഇങ്ങനെ പതുക്കെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് എന്താ കൊണ്ട് പപ്പുവിൻ്റെ പേര് കാട്ടുപറമ്പൻ ചേട്ടാ, കാട്ടുപറമ്പൻ ചേട്ടാ എന്നുള്ള രീതിയിൽ എന്നെ നോക്കിയിട്ട് നീ ഏത് തെണ്ടിയുണ്ട ഈ കാലത്തറിയും കണ്ടിട്ടില്ലോ എന്ന് പ്രിങ്ങനെ നോക്കിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്കെല്ലാം പൊട്ടി ശബ്ദം ഇല്ലാതെ കരയണ ഒരു സീനാണ്. ഇതിനു മുന്നേ എൻ്റെ കസിൻ മരിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അന്ന് ചങ്ക് പൊട്ടി ശബ്ദത്തോടെ കരഞ്ഞെങ്കിൽ ഈ സമയത്ത് ഇതേ ഫീലിങ്ങിൻ്റെ വേറൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഡോക്ടർ എന്നെ വിളിക്കണം. ആ ശരി, കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിനക്ക് ഭാര്യേനെ വേണ്ട അല്ലേ എന്നുള്ള രീതിയിലാണ് വിളിച്ചേട്ടോ. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അവിടെ കിടന്ന് ഛർദ്ദിക്കുക. എന്താ കാരണം ഡി? ഗോൾഡേക്ക് ഇങ്ങനെ മരുന്നൊക്കെ അടിച്ചതിൻ്റെ കാരണമാണ് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി ഡോക്ടർ നിനക്ക് ഇപ്പോൾ ഭാര്യേനെ വേണ്ട, എനിക്ക് ഭാര്യേനെ വേണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് എന്നും പ്രയോറിറ്റി എൻ്റെ ഗോൾഡാണ്. എന്നുമല്ല, അന്നും ഇന്നും പ്രയോറിറ്റി ഗോൾഡാണ്. നാളെ എന്താവുന്നു ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അതുകൊണ്ടല്ല, നമ്മൾ ആ കൊച്ചിനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെ നിന്ന് പോയതാണ്. ഉടനടി ആ നേഴ്സിൻ്റെ അടുത്ത് അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കത്തിരിക്ക് എടുത്തു, കട്ട് ചെയ്തു. അവരത് രണ്ടാമത്തത് ലോക്ക് ചെയ്ത് പ്രിങ്ങുവിനെ അവിടെ കിടത്തി. ഞാൻ തിരിച്ച് ഗോൾഡിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഛർദ്ദിക്കുന്ന ഒരു കപ്പ് അവർ തന്നു. അത് ഞാൻ സൈഡിൽ വെച്ചിട്ട് ഗോൾഡ് അതിലേക്ക് ഛർദ്ദിക്കുന്നുണ്ട്. പെട്ടെന്ന് കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്ന് ഗോൾഡയുടെ മേലേക്ക് എടുത്തി. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നവീൻ എനിക്കൊരു ചെറിയൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ എന്താ പറ്റിയേ ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഈ സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് യൂട്രസിൻ്റെ സൈഡിലേക്ക് കത്തി ഒന്ന് പാളി, എക്സ്ട്രാ യൂട്രസ് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതെൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ അടുത്ത 3 വർഷത്തേക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിച്ചോളോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ യൂട്രസ് ചിലപ്പോൾ ബേസ്റ്റ് ആവുക, കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരിക്കും. അത് കാരണം അടുത്ത 3 വർഷത്തേക്ക് ഇനി കുഞ്ഞുങ്ങളെന്നെ ട്രൈ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ അടുത്ത 3 വർഷത്തേക്ക് പ്ലാൻ ഇല്ല. ഒരു 4 വർഷം കഴിയുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ ആ ഒരു ഗ്യാപ്പാണ്. അതൊരു നല്ലൊരു ഗ്യാപ്പാണ് 4 വർഷം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ഇല്ല. ദാറ്റ് ഈസ് ഓക്കെ. എൻ്റെ മനസ്സിൽ വന്നൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു കയ്യബദ്ധം ഒരു ഡോക്ടർക്ക് പറ്റും. അവർക്കതൊരു കറേജ് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് പറയാനായിട്ട്. അതെങ്ങനെ മനസ്സിലായില്ല. ഇപ്പോൾ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ പല ആളുകളിലും ഉണ്ടാകുന്ന കാര്യം, ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറും ആശുപത്രിക്ക് തല്ലിപ്പൊളിക്കും. ഇത് തല്ലിപ്പൊളിക്കുന്ന പേടികൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇത് നമ്മുടെ അടുത്ത് അറിയിക്കില്ല. സോ ഇവർ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ അടുത്ത് അറിയിച്ചു. നമ്മൾ ഇതേപോലെ തന്നെ ദാറ്റ്സ് ഓക്കെ. അത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എൻഡ് ഓഫ് ദ ഡേ ഒരു 1000 സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും തല പോണ ആൾ ചാവണ കേസൊന്നുമല്ല. ആൾ ചാവണ കേസാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ദർ വിൽ ബി സം എറേഴ്സ്. അതിന് ജസ്റ്റിഫൈ ചെയ്തതല്ലട്ട, ഇറ്റ് ക്യാൻ ബി. നമ്മളൊക്കെ എറേഴ്സ് ഉണ്ടാക്കുന്ന ആളുകളാണ്. എനിവേ അവർ പറഞ്ഞ അടുത്ത 3 വർഷത്തേക്ക് പ്രഗ്നൻസി പറ്റില്ല എന്നുള്ളത്. 2016 ജൂലൈ 25-ാം തീയതിയാണ് പ്രിങ്ങു ഉണ്ടാവുന്നത്. അവിടുന്ന് 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2019 2019 എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കോവിഡ് എന്ന നാടകം അരങ്ങേറി തിമർക്കുകയാണ്. 2019 2020 കാലഘട്ടത്തിലാണ് നമ്മൾ രണ്ടാമത് ഒരു ചൈൽഡിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങുന്നത്. യൂഷ്വലി ഇതേപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ 2ാമത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കോവിഡിൻ്റെ വിഷയ കാരണം ആ സമയത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അങ്ങനെ കോവിഡ് കഴിഞ്ഞ് 2022-ലാണ് 2ാം സെഷൻ ഫെർട്ടിലിറ്റി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണേ. അപ്പോൾ അത് അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് 2022 മുതൽ ഏതാണ്ട് 2024-ൻ്റെ പകുതിയോളം നീണ്ടു നിന്ന് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അവർ ആദ്യത്തെ അതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്തു. എന്താ ചെയ്ത് ഈ ഓവുലേഷനുള്ള മരുന്ന് കൊടുത്തു, ട്രൈ ചെയ്ത് നോക്കി. ഇതേപോലെ തന്നെ പുള്ളിക്കാരി ഗർഭിണിയായിട്ട് മിസ്കാരേജ് ആയിപ്പോയി, വീണ്ടും ഗർഭിണിയായി, വീണ്ടും മിസ്കാരേജ് ആയിപ്പോയി. ഈ സംഭവം നടക്കണില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ഓവുലേഷൻ്റെ മരുന്ന് തന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് എന്താണെങ്കിലും IVF ചെയ്യാം. IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അമ്മയുടെ
അണ്ടം എടുക്കുന്നു, അച്ഛൻ്റെ ബീജം എടുക്കുന്നു, എന്നിട്ട് ഇതിനെ രണ്ടിനെയും പുറത്ത് വെച്ച് സങ്കലനം ചെയ്യിപ്പിച്ചതിന് ശേഷം ആ എംബ്രിയോ തിരിച്ച് അമ്മയുടെ യൂട്രസിലേക്ക് വെക്കുന്ന പരിപാടിയാണ്. ഇത് പറഞ്ഞത് ഇത്ര ഈസിയിലാണെന്ന് വെച്ചെങ്കിലും ചെയ്യുന്ന പരിപാടി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം ഓവുലേഷൻ ഉണ്ടാവുന്നില്ല. ഒരു സ്ത്രീക്ക് ഒരു മാസം ഒരു യൂഷ്വൽ കേസിൽ ഒരു എഗ്ഗ്, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ട്രിപ്ലെറ്റ്സ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ട്വിൻസ് ഒക്കെ ഉണ്ടാവുന്നത്, അവർക്കപ്പോൾ 2 മുട്ട വിരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഒരു മെഡിക്കേഷൻ, അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വേണം ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഹൈപ്പർ സ്റ്റിമുലേഷൻ ആക്കിയിട്ട് ഈ ഓവുലേഷൻ കൊണ്ടുവരാനായിട്ടാ. അത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. എന്തൊരു പണ്ടനെ പേടിക്കാനുള്ളത് അല്ലേ? 3, 2, 1 ഗോ. ഓക്കെ, കുത്തിയാ ഞാൻ റിലീസ് ചെയ്തിട്ടാ. ഞാൻ കുത്തി അറിയണില്ലല്ലോ. അതാണ് നവീന്റെ പ്രത്യേകത. ഇത് എന്തോ എനിക്കൊരു കഴിവുണ്ട് കേട്ടോ പണ്ടേ. ഇനി എന്ത് കുത്തട്ടെ? ഓക്കെ, യു ഓക്കേനോ? ടൈറ്റ് ആവണ്ട് മോനെ. ഗോൾഡ് അറിഞ്ഞില്ല എന്നാ പറഞ്ഞു. മരുന്ന് പോണതാ. ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ലാബിലേക്ക് ഒരു 10-14 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അവർ നമ്മളെ സ്കാനിങ്ങിൽ ഇതിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ട് അല്ലേ, അവർ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 10-41 ഫോളിക്കിൾസ് അവർ കൗണ്ട് ചെയ്തു. അതിൽ മെച്ചോർഡായ ഓവം അത് നെക്സ്റ്റ് സെഷനിലല്ലായിരുന്നേ, കുറച്ച് 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ എന്തോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഓവം ഫോം ആയതിന് ശേഷം നോക്കിക്കഴിഞ്ഞിട്ട് അവർ ഏതാണ്ട് 20-21 എഗ്സ് പുറത്തേക്ക് എടുത്തു. ഇത് ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡയ്ക്ക് ഏതാണ്ട് 40 വയസ്സായി, എനിക്കും പ്രായമായിട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോൾ പൊട്ടൻഷ്യൽ ഉള്ള സമയത്ത് മാക്സിമം എന്താ പറയുക എംബ്രിയോ അതായത് സെയിം ഡേ തന്നെ അച്ഛൻ്റെ ബീജവും കളക്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് സങ്കലനം ചെയ്തിട്ടാണ് മാറ്റി വയ്ക്കണേ. അപ്പോൾ ആ സമയത്ത് 20-25 എംബ്രിയോ ഉണ്ട് വെച്ചെങ്കിൽ IVF സൈക്കിൾ ഫെയിൽ ആവുകയാണ് എങ്കിൽ വീണ്ടും ഉപയോഗിക്കാനാണ് ഇവർ ഇത്രയും ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇത് കളക്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോ ആണ് തിരിച്ച് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള എംബ്രിയോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഫണ്ടഡ് അല്ല. ഇപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു സിസ്റ്റമൊക്കെ വെച്ച് ഉള്ളതിൽ ബെറ്റർ സെലക്ട് ചെയ്യുമെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ മേലെ ആ ടെസ്റ്റിന് എന്തെങ്കിലും പേരുണ്ടാവുള്ളേ, ഞാൻ ഓർക്കണില്ല. നമുക്ക് ആ എംബ്രിയോ ടെസ്റ്റ് ചെയ്യാം. അതായത് ബെസ്റ്റ് ഹൈലി പൊട്ടൻഷ്യലുള്ള എംബ്രിയോ ഇവിടെ ഏതാണ്ട് $1,700-2,000 ഒരു എംബ്രിയോയ്ക്ക് വരുന്നത്. നമ്മുടെ ഉള്ള പൈസ വെച്ചിട്ട് നമ്മൾ 4 എംബ്രിയോ ടെസ്റ്റിന് കൊടുത്തു വെച്ചു. അതിൽ 3 എംബ്രിയോ ബെസ്റ്റ് എംബ്രിയോ ആയിട്ട് ഇവിടെ തിരിച്ചു വന്നു. അങ്ങനെ നമ്മളെ തിരിച്ച് ഈ എംബ്രിയോ നമ്മുടെ യൂട്രസിൽ നിക്ഷേപിക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, അതായത് ശരീരം ശരിക്കും ഒരു ഗർഭിണിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഇടയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോർമോൺ ബാലൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ തന്നെ അന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അവിടെ ചെന്നിട്ടൊക്കെ നമുക്ക് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മക്കളെയൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി വെക്കുക, ഒരു കുഞ്ഞുണ്ടാവുന്ന പ്രൊസീജിയർ കാണാനുള്ള ഭാഗ്യം മക്കൾക്കും കൂടെ ഉണ്ട്. പ്രിങ്ങ് നിന്ന് കാണുകയാണ്. ആക്ച്വലി കുഞ്ഞുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല, എംബ്രിയോ ഇൻസേർട്ട് ചെയ്യണതൊക്കെ പ്രിങ്ങുവിന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. It's with the embryo sitting about 1 centimetre from the top of the uterus, which is absolutely perfect. Okay. There you go, souvenir. Oh, It's good luck. congratulations. So remember that embryo will not fall out. You can go to the toilet. Oh yes. Wonderful, thank you. Sure. Yep. So once there's some tissues just behind you. Yeah. Follow some blood. They baby, Once you're all covered, the I'll white let you go to spotted. the bathroom to empty your bladder. Yep. And then I'll meet you all just in the hallway here where there's some black chairs. Okay. For me to find your room again. Yeah. Okay. ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് നാച്ചുറലി ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ഈ HCG കൗണ്ട് ഗർഭിണിയായതിനു ശേഷം ബോഡിയിൽ കയറി വരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ എംബ്രിയോ അത് വെച്ചതിന് ശേഷം ബോഡിയിൽ ഈ എംബ്രിയോ ശരിക്കും ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കാനായിട്ട് 2 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ HCGയുടെ കൗണ്ട് കൂടുന്നതായിട്ട് കണ്ടു. വി ഓൾ ഹാപ്പി, മീൻസ് നമുക്ക് ശരിക്കും നാച്ചുറലി പ്രഗ്നൻ്റ് ആയ പോലെയാണ്. അതേ സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ നിങ്ങൾ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ബേബി അവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് പ്രൊജസ്ട്രോൺ വേണം. അപ്പോൾ അത് നാച്ചുറലായിട്ട് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെജൈനൽ ഇൻസേർഷനൊക്കെ ഉണ്ട്. 19 ഗുളികയൊക്കെ ഗോൾഡ് ആ സമയത്ത് എടുത്തിരുന്നു. അങ്ങനെ ഗുളിക എടുക്കുന്നു, മറ്റുള്ള മെഡിക്കേഷനെല്ലാം കണ്ടിന്യൂ ചെയ്യണു. IVF ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10-14 ദിവസം 18 ദിവസമായിട്ടാണ്
ഈ എംബ്രിയോ അവിടെ സസ്റ്റെയിൻ ചെയ്തത്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നൊക്കെ കൊടുത്തിട്ടാണെങ്കിലും പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഗോൾഡയ്ക്ക് വളരെ വളരെ കുറവായിരുന്നു. 14ാമത്തെ 15ാമത്തെ ദിവസം ഈ IVF സൈക്കിളും ഫെയിലായി. അതായത് അതും ഒരു മിസ്കാരേജ് ആയിട്ട് പോയി. IVF സൈക്കിൾ ഫെയിലിയർ ആയെങ്കിലും ഇനിയിപ്പോൾ മറ്റുള്ള എല്ലാ പ്രൊസീജിയറും നമ്മൾ ചെയ്യണ്ട. അതായത് ഓവുലേഷൻ്റെ ഇഞ്ചക്ഷനും പരിപാടിയൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ള എംബ്രിയോ ഇവിടെ ഫ്രീസ് ചെയ്ത് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫെയിലിയർ ആവുകയാണെങ്കിൽ അടുത്ത സെഷനിലേക്ക് വന്നാൽ മതി, അടുത്തത് വീണ്ടും ചെയ്യാമെന്നൊക്കെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ഓക്കെ ആക്ച്വലി വിത്ത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസമെല്ലാം കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ IVFന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ഒരു ദിവസം വൈകുന്നേരം ഗോൾഡ കുളിമുറിയിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് കരയുന്നുണ്ട്. ഭയങ്കര ലോയാണ് ഗോൾഡ. ഞാൻ ചോദിച്ചു, എന്താ ഗോൾഡ് നിനക്ക് എന്താ പറ്റി? നീ സാധാരണ ഇവിടെ ഒരു മിസ്കാരേജ് ഉണ്ടായിട്ട് ഗോൾഡിൻ്റെ കരയുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ വലുതുണ്ടായില്ല. അപ്പോൾ പറഞ്ഞു, മോനെ നമ്മളിതൊക്കെ ചെയ്തില്ലേ, അത് ചെയ്തില്ലേ? അല്ല മോനെ, ഞാൻ നിങ്ങളുടെ പോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന ആളല്ലേ, ഞാൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ ഇവിടെ കഴിക്കുന്നുള്ളൂ. ഞാൻ കഴിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ മീറ്റാണ് കഴിക്കുന്നത്, വളരെ കുറച്ച് കാപ്സേ കഴിക്കുന്നുള്ളൂ, ജങ്ക് ഫുഡ് കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കണതെന്ന് ചോദിച്ചിട്ടാണ് ഗോൾഡ മൊത്തത്തിൽ അപ്സെറ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഗോൾഡ് നീ അത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എല്ലാ ആളുകളുടെയും ബോഡി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവസ്ഥയെ കൂടിയാണ് കടന്നു പോകുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചോളം ലീൻ ബോഡി മസിലാണ്, നിങ്ങൾക്കുള്ളത് കുറച്ചുകൂടി ഫാറ്റ് സ്റ്റോർ ചെയ്യണതാണ്. അത് മാത്രമല്ല, നിനക്ക് ചിലപ്പോൾ ഒരു ക്രോണിക് ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ നിനക്ക് പറ്റാത്ത എന്തെങ്കിലും ഫുഡ് ചിലപ്പോൾ നീ കഴിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിൻ്റെ ഉറക്കം ശരിയാണെന്നുണ്ടാവില്ല, നീ അറിയാതെ തന്നെ നിൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ്ലി നമ്മുടെ ബോഡീനെ ബാധിക്കുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ തളർന്നു നിന്നിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ നീ ഇപ്പോൾ ഈ ഇതേ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഈ ഇടയ്ക്ക് കഴിക്കുന്ന വെള്ളിയാഴ്ചയൊക്കെ കഴിക്കുന്ന ഇവിടുത്തെ ചില പ്രോസസ്ഡ് ഫുഡ് ക്യാൻ ബി എനിത്തിങ്. എനിക്കിനി ഒരൊറ്റ കാര്യം, നീ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് ഇനി ട്രൈ ചെയ്ത് നോക്കാനുള്ളൂ, എലിമിനേഷൻ ഡയറ്റ്. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നീ നാളെ മുതൽ ഫുൾ കാർണിവോർ, ഒരു സാധനം, ഒരു പച്ചക്കറി കഴിക്കണ്ട, ഒരു സ്റ്റാർച്ച് കഴിക്കണ്ട, ഒരു ഗോതമ്പ് കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട. രാവിലെ എണീറ്റിട്ട് ബട്ടർ കഴിക്കുക, കോഴിമുട്ട കഴിക്കുക, ഇറച്ചി കഴിക്കുക, ചിക്കൻ കഴിക്കുക, പോർക്ക് കഴിക്കുക, ലിവർ കഴിക്കുക. യു ഡു എലിമിനേഷൻ ഡയറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർണിവോർ ഡയറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഡയറ്റ് അല്ല. കാരണം ഓൾറെഡി നമ്മൾ ലോ കാർബിൻ്റെ മാക്സിമത്തിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗോൾഡെ സംബന്ധിച്ചാൽ ഈസിയാണ്. ഇവിടെ ഈ പറഞ്ഞ മീറ്റും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഗോൾഡ് രാവിലെ എണീക്കുന്നത് വളരെ സന്തോഷമായിട്ട് വരുന്നു. ഞാൻ ഗോൾഡ് ഡു ഐ നോ ഇറ്റ്സ് ഹാർഡ്. കാർണിവോർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ പുള്ളിക്കാരി അന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു 10-25 ദിവസം അവിടെ നിന്ന് പുള്ളിക്കാരി കാർണിവോർ വളരെ കൃത്യമായിട്ട് ഗോൾഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് എപ്പോഴും ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സാണ് ഉണ്ടാവാറ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ ആ മാസം പീരിയഡ്സ് ഇറഗുലറായി. നോർമൽ നമ്മൾ ഇതുപോലെ വീണ്ടും അത് കഴിഞ്ഞിട്ട് 1-1.5 ആഴ്ചയോളം വെയിറ്റ് ചെയ്തു. ഞാൻ അപ്പോൾ ഗോൾഡേ അടുത്ത ദിവസം വൈകിട്ട് വന്നിട്ട് പറഞ്ഞു, ഗോൾഡേ ഇനിയിപ്പോൾ കാർണിവോർ ഡയറ്റിൻ്റെ ക്യാമം കൊണ്ട് നീ ഇനി ഗർഭിണിയായിട്ടുണ്ടാവോ? ഞാൻ പോയിട്ടൊരു ടെസ്റ്റ് മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ ചെന്ന് ഒരു ടെസ്റ്റ് മേടിച്ചു. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ടെസ്റ്റ് ആയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ഗോൾഡയ്ക്ക് ടെസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങും. ആണെങ്കിൽ എന്നെ ഈ മോനെ അതെന്താ മോനെ അങ്ങനെ പറയണേ? പിന്നെ നിന്റെ ഡയറ്റ് മാറി എന്റെ പുറത്ത് ശരിക്കും 2 ദിവസത്തേക്ക് പോയിക്കോളും. ഇപ്പോൾ വന്ന സന്തോഷം ഗോൾഡ് ഗർഭിണിയായതുകൊണ്ടുണ്ടായുള്ള സന്തോഷമല്ല കേട്ടാ. അതായത് നമ്മളൊരു ഡയറ്റ് മാറ്റി കഴിഞ്ഞിട്ടുള്ള എൻ്റെ സന്തോഷം കൊണ്ട് വന്നതാ. ശരിക്കും ഈ ഡയറ്റ് മാറ്റിയോണ്ടാണ് ഈ ഗർഭം ഉണ്ടായെന്നുള്ളതും നമ്മൾ വിശ്വസിക്കുന്നില്ല കേട്ടാ. കാരണം തൊട്ട് മുന്നത്തെ മാസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ IVFൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് അവർ ഈ ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് പ്രൊജസ്ട്രോണിൻ്റെ 3 ഇഞ്ചക്ഷൻ മെഡിക്കേഷൻ എല്ലാം എടുത്തിട്ടുണ്ട്. ക്യാൻ ബി എനിത്തിങ്. പക്ഷേ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഫുഡിൽ തന്നെയാണ്. പുള്ളിക്കാരിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 10-20 ദിവസം കൊണ്ട് തന്നെ പുള്ളിക്കാരി മൊത്തത്തിൽ ഒന്ന് റീഫ്രഷായി എല്ലായി. അപ്പോൾ കാർണിവോർ കൊണ്ടാണ് ഇത് ചുമ്മാ ഒരു തമാശ രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. എനിവേ ഡയറ്റ് ഈസ് വർക്കിംഗ് ഗുഡ് ഫോർ ദം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പിന്നെ അമ്മേനെ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം, ഈ ചെക്കന് ഒരു സമാധാനവും ഇല്ല. അവ ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയും, 2 ദിവസം കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയും ഇത് പോയിന്ന്, ഇത് നീ എന്നോട് പറയണ്ട, മുഴുവൻ പ്രസവിച്ചിട്ട് പറഞ്ഞായെന്ന് പറയാം അമ്മ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരോടും പറയണം, സങ്കടം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരോടും പറയണം. അതിനൊരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞതിന് ശേഷം നല്ല മുഹൂർത്തം നോക്കിയിട്ട് പറയണമെന്ന് പറയണ ഒരാളല്ല. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ നിൽക്കണമെന്ന് ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട്. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമുക്ക് പറയാൻ തോന്നുന്ന സമയത്ത് അപ്പം പറയാം. അല്ലാണ്ട് അത് പറയാണ്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പ്രിങ് അങ്ങനെ നിൽക്കുകയാണ്. അവൾക്കും അങ്ങനെ പറയാണ്ട് മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും കൂടുതൽ പാട്.
ഒന്ന്. രണ്ട്, നമ്മൾക്ക് പ്രഗ്നൻസി ആവുന്ന സമയത്ത് പറയാതെ ആ പ്രഗ്നൻസി അങ്ങനെ കണ്ടിന്യൂസ് മുന്നിലോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണ്ടേ? ഞാൻ അങ്ങനെ സന്തോഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഉണ്ടാകുമ്പോൾ അമ്മേനെ വിളിച്ചു പറയും, പോണ സമയത്ത് ഞാൻ അമ്മേനെ വിളിച്ചു പറയും, ഫ്രണ്ട്സിനോടും പറയും, നാട്ടുകാരോടും പറയും. അതാണ് ഞാൻ. അപ്പോൾ ആ ലൈനിലാണ് എൻ്റെ ഒരു പോക്ക്. അത് കഴിഞ്ഞു നമ്മൾ തിരിച്ച് ആശുപത്രിയിലേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ നാച്ചുറലി പുള്ളിക്കാരി പ്രഗ്നൻ്റായി. അപ്പോൾ അവർ പറഞ്ഞു നല്ല കാര്യം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഈ ഇഞ്ചക്ഷനും ഈ സംഭവമൊക്കെ ആയ കാരണമായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവുമെന്ന് വെച്ച് പറഞ്ഞു. അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല, മേ ബി ആയിരിക്കാം, അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞില്ല. എനിവേ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, അതായത് മിക്കവാറും പുള്ളിക്കാരിക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ മിസ്കാരേജ് ആവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആലോചിട്ടായിരുന്നു മിസ്കാരേജ് ആവുന്നുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് 1 മാസം കഴിഞ്ഞു, ഗുഡ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ ഈ HCG കൗണ്ടൊക്കെ നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഷൂട്ടപ്പ് ആവുന്നുണ്ട്. 2 മാസം കഴിഞ്ഞു. ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയില്ലേ, ആ പീരിയഡ്സിലൊക്കെ പുള്ളിക്കാരിക്ക് നന്നായിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴിമുട്ട കഴിക്കാൻ പറ്റില്ല, ചിക്കൻ കഴിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും പുള്ളിക്കാരിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് കറിയായിരുന്നു. മിക്ക ദിവസം തന്നെ നല്ല മോർണിംഗ് സിക്നെസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പ്രോട്ടീൻ ഇൻടേക്ക്, മാംസത്തിൽ നിന്നുള്ള പ്രോട്ടീൻ ഇൻടേക്ക് നീ കുറയ്ക്കരുത്. മുട്ട കഴിക്കാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ ഒരു മുട്ടേനെ 4 പീസാക്കി ഗ്യാപ്പ് കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ലിവർ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, പറ്റുമ്പോൾ കുറേശ്ശെ കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, കാപ്സിൻ്റെ അളവ് നീ പരമാവധി കുറച്ചോ, ഒരുപാട് കാപ്സ് കുത്തി കയറ്റാൻ നിൽക്കണ്ട. നമുക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. നീ ഡയറ്റ് മാറ്റിയിട്ട് ഇത് റെഡിയായി വന്നതായിരിക്കാം, തിരിച്ച് ഇനി നമ്മുടെ ചുമ്മാ ആവശ്യമില്ലാണ്ട് ഗോതമ്പ് തേങ്ങയും വാങ്ങിയൊന്നും കുത്തി കയറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗോൾഡ കൃത്യമായിട്ട് 3 മാസം ഭയങ്കര സ്ട്രഗിളായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ നോർമലായി. അവിടെ നിന്ന് തുടർന്നും പ്രഗ്നൻസി വളരെ നോർമലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇനി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ്, അതുപോലെ തന്നെ ജെൻഡർ റിവീൽ, ഗോൾഡ പ്രഗ്നൻസി ടൈമിൽ കഴിച്ച ഭക്ഷണം എന്താണ്, എക്സസൈസ് ചെയ്തോ എന്നുള്ള സംഭവങ്ങളെല്ലാം കൂടിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കഥ ഇവിടെ നിൽക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ജെൻഡർ റിവ്യൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇതുപോലെ സൂപ്പർ വീഡിയോ നമുക്ക് അടുത്ത കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ.